ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല പായസമാണ് അവൽ പായസം. ഈ പായസം ഉണ്ടാക്കാൻ വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മതി, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസം. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ചുവന്ന അവൽ വേണം, റെഡ് അവൽ, പാല്, പഞ്ചസാര, സാബുനരി അല്ലെങ്കിൽ സവ്വരി, ഏലക്ക അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് നെയ്യ്. അപ്പോൾ ഇവിടെ 250 ഗ്രാം ചുവന്ന അവലാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ലത് ഈ പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവലെടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള അവലെടുക്കണം, തീരെ കനം കുറഞ്ഞ അവലെടുക്കാതിരിക്കുക. കാരണം പാലിൽ പായസത്തിന് വേണ്ടി അത് ഇടുമ്പോൾ ഒടിഞ്ഞു നുറുങ്ങിപ്പോകും. അപ്പോൾ ചെറുതായിട്ട് കനമുള്ള ആ ചുവന്ന അവലെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം, ഒന്ന് പതുക്കനെ ക്രിസ്പായി വരണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/4 കപ്പ് സാബുനരി സവ്വരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു, അത് മാറ്റി വെച്ചിരുന്നു. ഈ സമയത്ത് മറ്റൊരു അടുപ്പത്ത് ഒരു ഉരുളിക്കകത്ത് 1.5 ലിറ്റർ പാലൊഴിച്ച് അത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ അവല് ചെറുതായിട്ടൊന്ന് ക്രിസ്പായി തുടങ്ങുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം. ആ സമയത്ത് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ നെയ്യ് അവലിൽ ചുറ്റും എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആക്കി കിട്ടണം. ഇപ്പൊ കഴിച്ചു നോക്കുമ്പോൾ അവലിന്റെ ആ സോഫ്റ്റ് ടെക്സ്ചർ മാറി ഒരു ചെറിയ മൊരിച്ചിലൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്, ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. 1.5 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ലിറ്റർ കുറച്ച് കുറവ് വെള്ളം കൂടി ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാല് ഇളക്കിക്കൊണ്ടിരിക്കാം, പാല് തിളച്ച് കുറുക്കുക. ഇത് തിളച്ച് പൊന്തി പോവാണ്ട് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നന്നായി കുറുകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആ റെഡിയാക്കി വെച്ച അവലിട്ട് കൊടുക്കാം. ഈ ഒരു പാകമാണ്, നല്ലൊരു കട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് അവലിട്ട് കൊടുക്കാം. അവല് ചേർത്ത് നമുക്ക് കുതിർത്ത് വെച്ച സാബുനരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി അല്പസമയം ഇത് തിളച്ച് വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 170 മുതൽ 200 ഗ്രാം വരെ പഞ്ചസാര മധുരത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ഇട്ടിട്ട് വീണ്ടും തിളപ്പിക്കുക. ആ അവല് ഒന്ന് പാകാവുന്നവരെ നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിലേക്ക് എന്നിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കണം. ഞാൻ 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ വരെ മാവാം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഏലക്ക ഇട്ടിട്ട് മിക്സി ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏലക്കയുടെ തൊണ്ടൊക്കെ ഉണ്ടാവും, അത് മാറ്റിയെടുക്കണം. അതിനൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുത്തതിന് ശേഷം പായസത്തിലേക്ക് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിറച്ച് ഏലക്കയുടെ തൊണ്ടായിരിക്കും. അപ്പം നേരത്തെ അവല് വറുത്ത അതേ പാനിൽ നമുക്ക് കുറച്ച് നെയ്യ്, ഒരു 1/4 കപ്പ് നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് 100-150 ഗ്രാം കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഒന്നും ചെറിയ ഗോൾഡൻ കളർ ആവണ വരെ വറുത്തെടുക്കണം. ഇതിനൊരു ചെറിയ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം, കുരു ഇല്ലാത്ത മുന്തിരി ആയിരിക്കണം. ഇതും കൂടി ചേർത്തിട്ട് ആ കാഷ്യൂ നട്ട്സിന് ചെറിയൊരു ഗോൾഡൻ കളറും മുന്തിരി ഒന്ന് നല്ല വീർത്ത് വരുമ്പോൾ ഇത് റെഡിയാണ്. കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട, കളർ ഡാർക്കായി പോകും. അപ്പം മധുരമൊക്കെ ചെക്ക് ചെയ്ത് റെഡിയായ പായസത്തിലേക്ക് ഈ വറുത്ത കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം അതിൻ്റെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അവൽ പായസം റെഡി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ഇടാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പിന്നെ ഷാനാസ് സ്പൈസസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഒരുപാട് പുതിയ റെസിപ്പീസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്